നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലേണർ സപ്പോർട്ട് സെന്റർ തൊടുപുഴ അല്ലസർ ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ VP ജഗതിരാജ് ലേണർ സപ്പോർട്ട് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി നിയോജക മണ്ഡലത്തിന്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിനും കൃത്യതയാർന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഇടുക്കി MLA റോയ് കെ പോലോസ്. ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റിയാൽ വിവരാവകാശ നിയമം ആവശ്യമില്ലെന്ന് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പന നഗരത്തിലെ അനധികൃത നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയ നഗരസഭാ കൗൺസിലർ ബേബി കുര്യനെ നഗരസഭാ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അസഭ്യം വിളിച്ചതായി പരാതി. സംഭവത്തിൽ LDF കൗൺസിലർമാർ നഗരസഭാ ഓഫീസിൽ പ്രതിഷേധിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ UG PG കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലേണർ സപ്പോർട്ട് സെന്റർ തൊടുപുഴ അല്ലസർ ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ VP ജഗതിരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ KM മൂസ അധ്യക്ഷത വഹിച്ചു. അല്ലസർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫിറോഷ് M ബഷീർ സ്വാഗതം ആശംസിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലേണർ സപ്പോർട്ട് സെന്റർ തൊടുപുഴ അല്ലസർ ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ചു. അല്ലസർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ലേണർ സപ്പോർട്ട് സെന്റർ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ VP ജഗതിരാജ് ലേണർ സപ്പോർട്ട് സെന്റർ ഉദ്ഘാടനം ചെയ്തു. അവിടെ 31 പ്രോഗ്രാം നമ്മൾ ഓഫർ ചെയ്യുന്നു. 30 പ്രോഗ്രാം ഓഫർ ചെയ്യുന്നു. MBA MCA തൊട്ട് ഡാറ്റാ സയൻസ് തൊട്ട് മൾട്ടിമീഡിയ എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രോഗ്രാമും നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് അവിടെ പഠിക്കുന്ന ഡിഗ്രി എന്ന് പറഞ്ഞാൽ മറ്റു റെഗുലർ കോളേജിൽ പഠിക്കുന്ന ഡിഗ്രിക്ക് അതുല്യമായ സെയിം വെയിറ്റേജ് ആണ്. സ്റ്റഡീസിനായാലും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആയാലും ഒരു വ്യത്യാസമില്ല. അങ്ങനെയുള്ള അപ്ലിക്കേഷൻസ് ഒന്നും വേണ്ട. നിങ്ങൾക്കിപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ വേറെ പാരലായിട്ട് ഇരട്ടബിരുദം നേടാനുള്ള അവസരമാണ്. അത് QC ഒന്നും വേണ്ട, ഏജ് ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിനിമം എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ഏത് പ്രോഗ്രാം ആണ്. ഇപ്പം +2 അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ എഴുതി ആർക്കും അവിടെ ഏത് ഡിഗ്രിക്കും ജോയിൻ ചെയ്യാം. അതുപോലെ ഏത് ഡിഗ്രിക്ക് പഠിച്ചവർക്ക് അവിടെ ഏത് PGക്കും ചെയ്യാം. പണ്ട് നമ്മൾ MA മലയാളം പഠിക്കണമെങ്കിൽ BA മലയാളം പഠിക്കും. അതൊന്നും വേണ്ട. BA ഹിന്ദി പഠിച്ചവർക്ക് MBAക്ക് ജോയിൻ ചെയ്യുക, NCBക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഏത് പ്രോഗ്രാം അവിടെ ചെയ്യും. പക്ഷെ ഹിന്ദി പഠിച്ചിട്ട് NCBക്ക് ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് ഒപ്പം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് നടത്തി അവിടെ അതിനുള്ള എക്യുപ്ഡ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ ലേണിംഗ് സപ്പോർട്ട് ഇടുക്കി തന്നെ 4 ലേണിംഗ് സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്. അത് കൂടാതെ വേറെ 3 സെന്റർ ഉണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് അവിടെ പോയി പഠിക്കാൻ. ഇത് അറ്റൻഡൻസ് കമ്പൽസറി അല്ല. ഞായറാഴ്ചയിൽ നടത്തുന്ന കൗൺസിലിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കുക. പരീക്ഷ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് അല്ല. കഴിഞ്ഞ വർഷം ഞങ്ങളെ ഒരു കുട്ടിക്ക് IAS കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് നെറ്റ് UGC ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റെഗുലർ കോളേജിൽ കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ KM മൂസ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അല്ലസർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫിറോഷ് M ബഷീർ സ്വാഗതം ആശംസിച്ചു. ഡ്യുവൽ ഡിഗ്രി സൗകര്യത്തോടെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് രീതിയിൽ 28 ഡിഗ്രി PG പ്രോഗ്രാമുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. 4 വർഷത്തെ ബിരുദ പ്രോഗ്രാമുകളും 3 വർഷത്തെ ബിരുദ പ്രോഗ്രാമുകളും PG പ്രോഗ്രാമുകളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് ബാബു, കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി മാത്യു, കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അൽത്താഫ് KM, കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഫസീല TI, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എറണാകുളം റീജിയണൽ ഡയറക്ടർ NA ജോജോമോൻ, കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ PM അബ്ദുൾ കരീം
തൊടുപുഴ ഇക്വിവാലൻസി സെന്റർ കോർഡിനേറ്റർ ബെന്നി ജോൺ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കനിത DK, അസിസ്റ്റന്റ് പ്രൊഫസർ VD സൗമ്യ, അക്കാദമിക് ഡീനും LSC കോർഡിനേറ്ററുമായ അരുൺ ഗോപാൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി നിയോജക മണ്ഡലത്തിന്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിനും കൃത്യതയാർന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഇടുക്കി MLA റോയ് കെ പൗലോസ് കരിമണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നൽകിയ സ്നേഹാദരവിന് നന്ദി രേഖപ്പെടുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ജില്ലയിലെ ജനങ്ങളോടൊപ്പം അവരുടെ സുഖദുഃഖങ്ങളിൽ തോളോട് തോൾ ചേർന്ന് നിന്നതിന്റെ പ്രത്യുപകാരമായിട്ടാണ് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിപ്പിച്ച ഇടുക്കിയിലെ ജനങ്ങളുടെ പിന്തുണയെ താൻ വിലയിരുത്തുന്നത് എന്ന് ഇടുക്കി MLA റോയ് കെ പൗലോസ് അഭിപ്രായപ്പെട്ടു. കരിമണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നൽകിയ സ്നേഹാദരവിന് നന്ദി പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും എതിർപ്പ് സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകേണ്ടതല്ല. അപ്പം അത്രമാത്രം വെറുക്കപ്പെട്ട ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ ആ വെറുപ്പ് ഞങ്ങളുടെ എല്ലാം വിജയത്തെ സഹായിച്ചിട്ടുണ്ട്. CPMകാർ എത്രയോ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടിയായിട്ട് പോകുമ്പോൾ ഓരോ പോയിന്റിലും ചെല്ലുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആളുകൾ എനിക്കറിയാം, കോൺഗ്രസ്സുകാരെയും UDFകാരെയും എനിക്കറിയാം. അല്ലാത്ത കുറേ ആളുകളിലേക്കാണ് ഞാൻ എപ്പോഴും കണ്ണ് ശ്രദ്ധിക്കാറുള്ളത്. അവിടെ നിൽക്കുന്ന കയ്യിൽ കൊണ്ടുകൊടുത്ത് അല്ലെങ്കിൽ ബനിയനിട്ട് അല്ലെങ്കിൽ ചുവന്ന ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന ആളുകൾ ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണങ്ങോടാണ് ചെല്ലുന്നത്. ഞാൻ അവരുടെ അടുക്കൽ പോയി അവരോട് കുശലം പറയാറുണ്ട്, അവരോട് വോട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിരവധി പേര് തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നോട് എൻ്റെ കയ്യെ പിടിച്ച് സത്യം ചെയ്ത ആളുകളുണ്ട്. സത്യമായിട്ടും ആദ്യമായിട്ടാണ് ചേട്ടാ, ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങളുടെ പാർട്ടി ചിഹ്നം മാറി വോട്ട് ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ചേട്ടൻ വോട്ട് ചെയ്യാൻ പോവുക. അങ്ങനെ പറഞ്ഞ നിരവധി ആളുകളെ ഞാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് കാണുകയുണ്ടായി. നിരവധി ആളുകളെ, ഒന്നോ രണ്ടോ ഒന്നുമല്ല, നിരവധി ആളുകളെ. അത് സത്യസന്ധമായി പറയുന്നതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വലിയ പാടൊന്നുമില്ല. അത് 100% മനസ്സിൽ നിന്ന് വരുന്ന പ്രതികരണമാണ് എന്ന് മനസ്സിലാക്കാൻ പൊതുപ്രവർത്തക രംഗത്ത് നിൽക്കുന്ന ഒരാൾക്കും ഒരു പാടുമില്ല. ഇടുക്കി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഏറ്റവും മുന്തിയ പരിഗണനയാണ് താൻ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഉന്നയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഓടയ്ക്കൽ യോഗത്തിൽ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി ചാർലി ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ പൊതുസമൂഹത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ച ആ വലിയ കാറ്റ് കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വന്നപ്പോൾ പ്രിയങ്കരനായ നമ്മുടെ നേതാക്കന്മാർ, ഒരുപിടി നേതാക്കന്മാർ ഏറിയ കൂറും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അടികൊണ്ട, അതുപോലെ തന്നെ കേസുകൾ മൂലം കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ട നിരവധിയായ ചെറുപ്പക്കാരായ നേതാക്കന്മാർ, പ്രിയമുള്ളവരെ, കേരള നിയമസഭയിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. അതിലേറെ അഭിമാനത്തോടുകൂടി നമ്മൾ പറയുന്നു, കഴിഞ്ഞ ഏകദേശം 50 വർഷക്കാലമായി പൊതുസമൂഹത്തിൽ തൻ്റെ ജീവിതത്തെ ഒരു തുറന്ന പുസ്തകമാക്കിക്കൊണ്ട് ഇടുക്കി ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ, കേരള സമൂഹത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കിടയിൽ ഒരു തുറന്ന പുസ്തകമായി തൻ്റെ ജീവിതത്തെ മുമ്പോട്ട് പോയിക്കൊണ്ട് പ്രിയപ്പെട്ട ശ്രീ റോയ് കെ പൗലോസ് നീണ്ട വർഷക്കാലം ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. അങ്ങനെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോസ് ഊരിക്കാട്ടിൽ, ജാഫർ ഖാൻ മുഹമ്മദ്, മനോജ് കോക്കാട്ട്, ബേബി തോമസ്, മനോജ് തങ്കപ്പൻ, ജോഷി എടാട്ട്, PA ഷാഹുൽ ഹമീദ്, CV ജോമോൻ, KM ഹംസ, ജിജോ ജോസഫ്, TK നാസർ, AN ദിലീപ്, ജോസഫ് അർക്കത്തോട്ടം, ജിജി സുരേന്ദ്രൻ, അമ്പിളി അജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസഫ് അർക്കത്തോട്ടം, ശ്രീ ബോസ്, ശ്രീ ജോസ് താന്നി, ശ്രീ ടോമി കുരുട്ടുകുന്ന്, ശ്രീ ഷാജ ദേവസ്വ ഗ്രാമ, ബാബു മൂക്കത്തോട്ടത്തിൽ, ശ്രീ ഭാരവാഹി ശ്രീ ജോസഫ് ജോൺ, യൂത്ത് കോൺഗ്രസിന് വേണ്ടി ന്യൂസ് ബ്യൂറോ, പെരുമണ്ണൂർ. ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റിയാൽ വിവരാവകാശ നിയമം ആവശ്യമില്ലെന്ന് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ തൊടുപുഴ, പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം നിയോജക മണ്ഡലങ്ങളിലെ ഉദ്യോഗസ്ഥർക്കായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ M ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു.
നിയമവും നയങ്ങളും നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർ സ്വന്തം ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റിയാൽ വിവരാവകാശ നിയമം തന്നെ ആവശ്യമില്ലെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ തൊടുപുഴ, പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം നിയോജക മണ്ഡലങ്ങളിലെ ഉദ്യോഗസ്ഥർക്കായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുതാര്യത ഉറപ്പാക്കുകയാണ് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യം. ഓരോ കാര്യങ്ങളും സുതാര്യമായി ചെയ്യുമെന്ന് ഓരോരുത്തരും തീരുമാനിച്ചാൽ വിവരാവകാശ നിയമം ആവശ്യമില്ല. സർക്കാർ നടപ്പാക്കുന്ന നയങ്ങളും പദ്ധതികളും സംബന്ധിച്ച് ജനങ്ങൾക്ക് അവബോധം പകരുകയാണ് ഈ നിയമം. നിയമം നിർമ്മിക്കുന്നതും നയങ്ങൾ പ്രഖ്യാപിക്കുന്നതും ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന നിയമങ്ങളും ഭരണ സംവിധാനങ്ങളും അത് എഫക്റ്റീവായി, സുതാര്യമായി അത് പ്രവർത്തിക്കേണ്ട രീതിയിൽ ആ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുമ്പോഴാണ്. നിങ്ങൾ ഏത് നിയമം നിർമ്മിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ നിയമത്തെക്കുറിച്ചൊരു സംശയം തോന്നുകയാണെങ്കിൽ, മനസ്സിലെന്തെങ്കിലും ആ നിയമം എങ്ങനെയാകണം, അത് നല്ലതാണോ മോശമാണോ, ആ നിയമനിർമ്മാണം നടത്തുന്നത് കൂടുതലും സർക്കാർ നയങ്ങൾ രൂപീകരിക്കുന്നു. സെക്രട്ടറി തലങ്ങളിൽ, ഉദ്യോഗസ്ഥ തലങ്ങളിൽ ബ്യൂറോക്രസിയാണ് നിയമങ്ങൾ, ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, നിങ്ങളൊരു നിയമം നിർമ്മിക്കുമ്പോൾ ആ ഒരു നിയമ നിർമ്മാണം വഴി ഈ സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനാരായണനായ ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ ആ നിയമത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അത് നടപ്പാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നിയമം വലിച്ചു കീറി ചവിട്ടുകൊട്ടയിലിടുക. നിയമനിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തുന്നതും സർക്കാർ നയങ്ങൾ പ്രഖ്യാപിക്കുന്നതും ജനങ്ങളുടെ വെൽഫെയർ എന്ന ഒരു ആശയത്തെ മുൻനിർത്തി, അത് ഏത് നിയമമായിക്കോട്ടെ. ഇപ്പൊ ധാരാളം വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ് നമ്മുടെ നാട്ടിലെ വന നിയമങ്ങൾ. നമുക്കറിയാം, എല്ലാ വിഷയങ്ങളും അവസാനം എത്തിച്ചേരുന്ന വനംവകുപ്പിലേക്ക്. അതുപോലെ തന്നെയാണ് മറ്റ് നിയമങ്ങൾ. നമ്മുടെ നാട്ടിലെ ഏത് നിയമങ്ങളും എടുത്തോ, നിയമങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത് ജനങ്ങളുടെ വെൽഫെയറാണ്. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ M. ശ്രീകുമാർ അധ്യക്ഷനായി. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ, വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ സോണിച്ചൻ B. ജോസഫ്, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കട്ടപ്പന നഗരത്തിലെ അനധികൃത നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയ നഗരസഭാ കൗൺസിലർ ബേബി കുര്യനെ നഗരസഭാ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അസഭ്യം വിളിച്ചതായി പരാതി. സംഭവത്തിൽ LDF കൗൺസിലർമാർ നഗരസഭാ ഓഫീസിൽ പ്രതിഷേധിച്ചു. കട്ടപ്പനയിൽ നടക്കുന്ന അനധികൃത നിർമ്മാണത്തിനെതിരെ പരാതി നൽകിയ നഗരസഭാ കൗൺസിലർ ബേബി കുര്യനെ നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അസഭ്യം പറഞ്ഞുവെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ബേബി കുര്യന്റെ വാർഡിൽ അനധികൃതമായി നിർമ്മിക്കുന്ന കെട്ടിടത്തിനെതിരെയാണ് ബേബി കുര്യൻ പരാതി നൽകിയത്. അദ്ദേഹത്തിന്റെ പിതാവിനെ ചേർത്ത് എഞ്ചിനീയർ അസഭ്യം പറയുകയായിരുന്നു. നഗരസഭ AE തന്റെ പദവിക്ക് ചേരാത്ത വിധമാണ് പ്രവർത്തിച്ചത്. ജനപ്രതിനിധിയുടെ അധികാരം എന്തെന്ന് മനസ്സിലാക്കാതെയാണ് മുഹമ്മദ് അഫ്സൽ എന്ന ഉദ്യോഗസ്ഥൻ പെരുമാറിയതെന്ന് CPM നേതാവും കൗൺസിലറുമായ VR സജി പറഞ്ഞു. തുടർച്ചയായി നടക്കുന്ന അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ PWD AE മുഹമ്മദ് അജ്മലിന് ഒരു പരാതി നൽകുന്നുണ്ട്. ആ പരാതി സംബന്ധിച്ച് ഇവിടെ തൊട്ടടുത്തുള്ള മണ്ണൂർ ജ്യൂസ് തിയേറ്ററിൻ്റെ തൊട്ടടുത്ത് അനധികൃതമായി നിർമ്മാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പരാതി. ആ പരാതി അന്വേഷിക്കാൻ തയ്യാറാകാത്ത വട്ടത്തിൽ 2 തവണ 3 തവണ അദ്ദേഹം വീണ്ടും AEയെ കാണുകയും അത് സംബന്ധിച്ച് പരാതി പറയുകയും ഉണ്ടായി. ആ പരാതി പറയാൻ വേണ്ടി ഇന്നലെ ഉച്ചയോടുകൂടി എത്തിയ ബേബിയെ, ആ ബേബി പരാതി പറഞ്ഞ് വന്ന കൂട്ടത്തിൽ ബേബി പറഞ്ഞു, ഇത് അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്നും അനധികൃത നിർമ്മാണം ഈ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് നടക്കുന്നതെന്നും അതുകൊണ്ട് ഇത് വ്യവസ്ഥാപിതമായി അന്വേഷിക്കണമെന്നും പറഞ്ഞപ്പം ബേബിയുടെ പിതാവിനെ കൂട്ടി തെറി പറയുകയും അദ്ദേഹത്തെ അടിക്കാനും കയ്യേറ്റം ചെയ്യാനും ചെയ്യുകയും അദ്ദേഹത്തോട് വളരെ മോശമായ നിലയിൽ പ്രതികരിക്കുന്ന സ്ഥിതിയാണ് ശ്രീ മുഹമ്മദ് അജ്മൽ സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പദവിക്ക് ചേരാത്ത ഒരു കാര്യമാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള അധികാരം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് അദ്ദേഹം ഈ കാര്യം ചെയ്തിട്ടുള്ളത്. ഈ കാര്യത്തിൽ അദ്ദേഹത്തെ നിയമപരമായ നടപടിക്ക് വേണ്ടി പോലീസിൽ പരാതി കൊടുക്കാനും അതുപോലെ തന്നെ നഗരസഭാ സെക്രട്ടറിക്കും അതുപോലെ തന്നെ ചെയർമാനും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ അന്വേഷണം നടത്തി ഈ കാര്യത്തിലുള്ള കൃത്യമായ ഒരു മറുപടി ഈ ജനപ്രതിനിധിക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ബിൽഡിംഗുകൾ നിർമ്മിക്കാൻ കൈക്കൂലി വാങ്ങുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്ന ഉദ്യോഗസ്ഥനാണെന്ന് അറിഞ്ഞിട്ടും പരാതിയുമായി ചെന്നപ്പോഴാണ് തനിക്ക് ഈ ദുരനുഭവം ഉണ്ടായതെന്ന് ബേബി കുര്യനും പറഞ്ഞു.
ഇവിടെ തന്നെ ഈ നമ്മുടെ ഈ ഓഫീസിൽ നിരവധി സ്ത്രീകളെ, നമ്മുടെ സഹോദരിമാരുണ്ട്. ഇവരൊക്കെ എങ്ങനെ ഈ മനുഷ്യനോട് ഇത്രയും നാൾ വർക്ക് ചെയ്തു എന്ന് ഓർക്കുമ്പം എനിക്ക് അത്ഭുതം തോന്നുക. എത്രയോ നല്ല ആൾക്കാരായി കൂടെ ഇരിക്കുന്നത്. അവരുടെ ഒരു പക്വതയോ അല്ലെങ്കിൽ അവരെങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ശരി, ഈ മനുഷ്യനെ മുന്നോട്ട് വെച്ചുകൊണ്ട് പോയാൽ നമ്മുടെ നാടിനാപത്താണ്. മുനിസിപ്പാലിറ്റി വിറ്റ് തീർക്കും. അതുകൊണ്ട് നിയമ നടപടി എടുക്കത്തക്ക രീതിയിൽ മുന്നോട്ട് ഞാൻ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സംഭവത്തിൽ LDF കൗൺസിലർമാർ നഗരസഭാ ഓഫീസിൽ പ്രതിഷേധിച്ചു. അടിയന്തര കൗൺസിൽ യോഗം ചേരണമെന്നും ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ചെയർപേഴ്സൺ, സൂപ്രണ്ട് എന്നിവർക്ക് കൗൺസിലർമാർ പരാതി നൽകി. നഗരസഭാ സെക്രട്ടറി ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ UG PG കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 4 വരെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാം. ഡ്യുവൽ ഡിഗ്രി സൗകര്യത്തോടെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് രീതിയിൽ 28 UG PG പ്രോഗ്രാമുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എറണാകുളം റീജിയണൽ കേന്ദ്രത്തിന്റെ പരിധിയിൽ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ അല്ലസർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉൾപ്പെടെ 4 പഠന കേന്ദ്രങ്ങൾ ഉണ്ട്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ എല്ലാ ജില്ലകളിലും അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക്, എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UG PG അഡ്മിഷൻ ആരംഭിച്ചു. ഓഗസ്റ്റ് 4 വരെ ഓൺലൈനായി www.sgou.ac.in അല്ലെങ്കിൽ erp.sgou.ac.in എന്ന വെബ്സൈറ്റിലൂടെ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. ഡ്യുവൽ ഡിഗ്രി സൗകര്യത്തോടെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് രീതിയിൽ 28 UG PG പ്രോഗ്രാമുകൾക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. MBA MCA അഡ്മിഷൻ ജൂലൈ പകുതിയോടെ ആരംഭിക്കും. 5 റീജിയണൽ സെന്ററുകളുടെ പരിധിയിലായി കേരളത്തിലുടനീളം പഠിതാക്കളുടെ സൗകര്യാർത്ഥം 55 പഠന കേന്ദ്രങ്ങളാണ് ഉള്ളത്. എറണാകുളം റീജിയണൽ കേന്ദ്രത്തിന്റെ പരിധിയിൽ ഇടുക്കി ജില്ലയിൽ കട്ടപ്പന ഗവൺമെന്റ് കോളേജ്, രാജാക്കാട് SSM കോളേജ്, തൊടുപുഴ അല്ലസർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, ഹോളി ക്രോസ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി വണ്ടൻമേട് തുടങ്ങിയ 4 പഠന കേന്ദ്രങ്ങളാണ് ഉള്ളത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. സഹായത്തിനായി ബന്ധപ്പെടേണ്ട നമ്പർ 9188909901, 9188909902. സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി 9188909903 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പ്രായപരിധിയോ മാർക്ക് മാനദണ്ഡമോ ഇല്ലാതെ അഡ്മിഷൻ നേടാം. BBA HR മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, BCom ഫിനാൻസ് കോർപ്പറേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, BA ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, സോഷ്യോളജി തുടങ്ങിയ വിഷയങ്ങളിലാണ് 4 വർഷ UG പ്രോഗ്രാമുകൾ ഒരുക്കിയിരിക്കുന്നത്. BSc ഡേറ്റ സയൻസ് ആൻഡ് അനലറ്റിക്സ്, BA നാനോ എന്റർപ്രണർഷിപ്പ്, BCA, BA അറബിക്, ഹിന്ദി, സംസ്കൃതം, അഫ്സൽ ഉൽ ഉലമ, എക്കണോമിക്സ്, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിലാണ് 3 വർഷ ബിരുദ പ്രോഗ്രാമുകൾ ഉള്ളത്. MCom, MA ഇംഗ്ലീഷ്, മലയാളം, അറബിക്, ഹിന്ദി, സംസ്കൃതം, ഹിസ്റ്ററി, സോഷ്യോളജി, എക്കണോമിക്സ്, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ PG പ്രോഗ്രാമുകളും ഉണ്ട്. BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MSW, MSc മാത്തമാറ്റിക്സ്, MLib, BLib, B.Ed റിസർച്ച് പ്രോഗ്രാമുകൾ അടുത്ത വർഷം മുതൽ ആരംഭിക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.sgou.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. 30 പ്രോഗ്രാം നമ്മളിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ LSC എന്ന് പറഞ്ഞത് കഴിഞ്ഞ തവണ ഇടുക്കിയിൽ ഒരു LSC ഉണ്ടായിരുന്നു, ഗവൺമെന്റ് കട്ടപ്പന കുറവ്. ഇപ്പം സ്റ്റുഡൻസിന്റെ കൺവീനിയൻസ് വെച്ച് നമ്മൾ പുതുതായിട്ട് 3 LSC കൂടി ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നത്. അപ്പൊ കുട്ടികളെ കൺവീനിയൻസ് വെച്ചിട്ട് വന്ന് പഠിക്കാൻ, യാത്ര ചെയ്ത് വന്ന് പഠിക്കാനുള്ളതിന് വേണ്ടിയിട്ട് അതായത് SSM കോളേജ് രാജാക്കാട്, അല്ലസർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഹോളി ക്രോസ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി വണ്ടൻമേട്. അപ്പം കുട്ടികളെ നമ്മൾ ഇതൊരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, കുട്ടികളെ കൺവീനിയൻസ്. മറ്റുള്ള യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ അങ്ങോട്ട് ചെല്ലും, നമ്മൾ അങ്ങനെയല്ല, കുട്ടികളുടെ ഇടയിലോട്ട് ഇറങ്ങി ചേർന്നിട്ട് അവിടെ എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈ ഒരു LSC എന്ന് പറയുമ്പോൾ അതിന്റെ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലല്ല. ഏതാണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഫീസിന്റെ 60% ഈ LSC മെയിൻറ്റെയിൻ ചെയ്യാനാവും. അതായത് 3 ലക്ഷം തൊട്ട് 7-8 ലക്ഷം നമ്മുടെ സ്റ്റുഡൻസ് കൂടുന്നതനുസരിച്ച് LSC കൊടുക്കേണ്ട എമൗണ്ട് കൂടി വരുന്നുണ്ട്. ഏതാണ്ട് 60% പൈസ എന്ന് പറഞ്ഞാൽ LSC മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് കുട്ടികൾക്ക് മാക്സിമം ബെനിഫിറ്റ്സ് കൊടുക്കുക, അവർക്ക് എന്തെങ്കിലും വന്ന് പഠിച്ചു. പിന്നെ കൂടാതെ LSC UGC ക്വാളിഫൈഡ് അധ്യാപകരെ പഠിപ്പിക്കുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ് VP,
റീജിയണൽ സെന്റർ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ജോജോമോൻ എൻ.എ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് ബാബു, അസിസ്റ്റന്റ് പ്രൊഫസർ വി.ഡി. സൗമ്യ, അല്ലസർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ഫിറോഷ് എം ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം മർച്ചന്റ്സ് അസോസിയേഷന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വ്യാപാരികൾക്ക് ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി അദാലത്ത് നടത്തി. പഞ്ചായത്ത് ലൈസൻസ് നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനും ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ നടപടികളും പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്നതാണ് അദാലത്തിന്റെ പ്രത്യേകത എന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സജി കണ്ണമ്പുഴ പറഞ്ഞു. വണ്ണപ്പുറം മർച്ചന്റ്സ് അസോസിയേഷന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ വ്യാപാരികൾക്ക് ലൈസൻസ് പുതുക്കുന്നതിന് അദാലത്ത് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ലൈസൻസ് നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനും ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ നടപടികളും പൂർത്തിയാക്കാൻ സാധിക്കും എന്നതാണ് അദാലത്തിന്റെ പ്രത്യേകത എന്ന് പ്രസിഡന്റ് സജി കണ്ണമ്പുഴ പറഞ്ഞു. ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ അവർ പഞ്ചായത്തിൽ പോയി പല ദിവസങ്ങൾ അതിൻ്റെ പേപ്പറുകളെല്ലാം ശരിയാക്കാൻ നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകാതെ ഒറ്റ ദിവസം കൊണ്ട് വണ്ണപ്പുറത്തെ മുഴുവൻ വ്യാപാരികൾക്ക് ലൈസൻസ് ലഭിക്കത്തക്ക രീതിയിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തും വണ്ണപ്പുറം മർച്ചൻ്റ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന പഞ്ചായത്ത് ലൈസൻസ് അദാലത്ത് ക്യാമ്പാണ് നടക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് ആവശ്യമായ ഉദ്യോഗസ്ഥരെയും അതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും വ്യാപാര ഫാമിലെത്തി ഒരുക്കിക്കൊണ്ട് ഈ വ്യാപാര ഫാമിൽ നടക്കുന്ന പഞ്ചായത്ത് ലൈസൻസ് അദാലത്ത് ക്യാമ്പ് വ്യാപാരികൾക്ക് വളരെ പ്രയോജനപ്രദമായി തീരുന്നതാണ്. അതിനുള്ള സാഹചര്യം ഒരുക്കിയ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിനും അവിടുത്തെ മെമ്പർമാർക്കും പ്രസിഡന്റിനും അതുപോലെ നമ്മുടെ വ്യാപാരി വ്യവസായ എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. ജനറൽ സെക്രട്ടറി നൌഷാദ് KH, ട്രഷറർ MG പ്രിൻസ്, ഹാരിസ് തൂട്ടുങ്കൽ, സക്കീർ വാണിയപുരയിൽ, ബെക്സി തോമസ്, ഹിബത്ത് മുണ്ടക്കൽ, സുജ അജി, അനീഷ് കിഴക്കൽ, ബീന സിദ്ധാർത്ഥൻ, റഷീദ് തോട്ടുങ്കൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ഇടുക്കി ജില്ലാ ഹയർ സെക്കൻഡറി സ്കൂൾ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നീതി പേപ്പർ മാർട്ട് ആരംഭിക്കുന്നു. കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ എവർഷൻ സ്റ്റുഡിയോയുടെ എതിർവശം പാടത്തിൽ സിറ്റി സ്ക്വയറിൽ ജൂലൈ 15-ന് വൈകിട്ട് 4:30-ന് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഇടുക്കി ജില്ലാ ഹയർ സെക്കൻഡറി സ്കൂൾ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നീതി പേപ്പർ മാർട്ട് ആരംഭിക്കുന്നു. കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ എവർഷൻ സ്റ്റുഡിയോയുടെ എതിർവശം പാടത്തിൽ സിറ്റി സ്ക്വയറിൽ ജൂലൈ 15 ബുധനാഴ്ച വൈകുന്നേരം 4:30-ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഇടുക്കി ജില്ലാ ഹയർ സെക്കൻഡറി സ്കൂൾ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് കോഓപ്പറേറ്റീവ് വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ പാടത്തിൽ ബിൽഡിങ്സിൽ എവർഷൈൻ സ്റ്റുഡിയോയുടെ ഓപ്പോസിറ്റ് പാടത്ത് ബിൽഡിങ്സിൽ ജൂലൈ 15 ബുധനാഴ്ച നീതി പേപ്പർ മാർട്ട് എന്ന പേരിൽ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് തൊടുപുഴയിലെ മാന്യജനങ്ങളെ അറിയിക്കുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് അവർക്ക് ആവശ്യമായ പേപ്പർ, ഓഫീസ് സാമഗ്രികൾ, വിവിധ ബ്രാൻഡുകളുടെ പേനകൾ, മറ്റ് കളിക്കോപ്പുകൾ, ഇൻസ്ട്രുമെൻ്റ് ബോക്സ് തുടങ്ങി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ വിലക്കുറവിൽ വിൽപ്പനയ്ക്ക് തയ്യാറാക്കി സജ്ജമാക്കിയിരിക്കുകയാണ് നീതി പേപ്പർ മാർട്ടിൽ. 2026 ജൂലൈ 15 ബുധനാഴ്ച വൈകുന്നേരം 4:30-ന് തൊടുപുഴ MLA-യും കേരള ഗവൺമെൻറ് ചീഫ് വിപ്പുമായ ശ്രീ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്നതും തദവസരത്തിൽ തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ K. ദീപക് ആദ്യ വിൽപ്പന നിർവഹിക്കുന്നതുമാണ്. ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് സൊസൈറ്റിയുടെ പുതിയ കെട്ടിടം തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സാബിറ ജലീൽ നിർവഹിക്കുന്നു. ധന്യനിമിഷത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തുടർ പ്രവർത്തനങ്ങളിൽ ഏവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു.
മുനിസിപ്പൽ വൈസ് ചെയർമാൻ കെ ദീപക് ആദ്യ വിൽപ്പന നിർവഹിക്കും. സൊസൈറ്റിയുടെ നവീകരിച്ച ഓഫീസ് മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം ചെയ്യും. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ PR ശാലിനി, അസിസ്റ്റന്റ് ഡയറക്ടർ ജിറ്റ്സി ജോർജ്, മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഷാഹുൽ ഹമീദ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PA സലിംകുട്ടി തുടങ്ങിയവർ പങ്കെടുക്കും. എല്ലാത്തരം സ്കൂൾ, കോളേജ് സ്റ്റേഷനറി സാധനങ്ങൾ, ഓഫീസ് ഫയലുകൾ, പ്രിന്റിംഗ് പേപ്പറുകൾ, സ്കൂൾ ഓഫീസ് രജിസ്റ്ററുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഐറ്റംസ്, കളിക്കോപ്പുകൾ, മുൻനിര ബ്രാൻഡുകളുടെ പേനകൾ, പെൻസിലുകൾ, ആർട്ട് മെറ്റീരിയലുകൾ, നോട്ട്ബുക്കുകൾ എന്നിവയുടെ വൻ ശേഖരമാണ് നീതി പേപ്പർ മാർട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശ്വസ്തയോടെ ന്യായമായ വിലയിൽ നീതി പേപ്പർ മാർട്ടിൽ ലഭിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ക്രഞ്ചീസ് ഔട്ട്ലെറ്റ് ജൂലൈ 15-ന് കരിമണ്ണൂരിൽ പ്രവർത്തനം ആരംഭിക്കും. ടൗണിൽ കപ്പേള കോംപ്ലക്സിൽ ഉച്ചയ്ക്ക് 1-ന് നിയമസഭാ ചീഫ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. എല്ലാവരെയും ഞങ്ങൾ കരിമണ്ണൂർ ക്രഞ്ചീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാളെ ജൂലൈ 15-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി മുതൽ അന്റോണിയൻ സ്ക്വയറിൽ ക്രഞ്ചീസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിൽ അൽഫാം, ഫ്രൈഡ് ചിക്കൻ, ബർഗർ മുതലായ മന്തി, അൽഫാം മന്തി, പെരി മന്തി, സകല ചിക്കൻ്റെ വെറൈറ്റികളായിട്ടുള്ള മന്തികൾ എല്ലാം ലഭ്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നാളെ ഉച്ചയ്ക്ക് 1 മണി മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു. എല്ലാവരെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. PJ ജോസഫിന് 85-ാം പിറന്നാൾ സമ്മാനമായി ദേവഗീതം ദേവഗിരി ഭജൻ ഗ്രൂപ്പിന്റെ നാദപ്രണാമം. കോട്ടയം കങ്ങഴ ദേവഗിരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മ തങ്ങളുടെ സംഗീതയാത്രയുടെ ഔദ്യോഗിക തുടക്കമെന്ന നിലയിലാണ് നാദപ്രണാമം എന്ന ക്രൈസ്തവ ഭജൻസ് പരിപാടി പുറപ്പുഴയിൽ PJ ജോസഫിന്റെ ഭവനത്തിൽ സമർപ്പിച്ചത്. 85-ന്റെ നിറവിലായിരിക്കുന്ന മുൻമന്ത്രിയും മുതിർന്ന രാഷ്ട്രീയ നേതാവുമായ PJ ജോസഫിന് സംഗീതാർച്ചനയുമായി പുതിയ ക്രിസ്തീയ ഭജൻ ഗ്രൂപ്പായ ദേവഗീതം. കോട്ടയം കങ്ങഴ ദേവഗിരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മ തങ്ങളുടെ സംഗീതയാത്രയുടെ ഔദ്യോഗിക തുടക്കമെന്ന നിലയിലാണ് നാദപ്രണാമം എന്ന ക്രൈസ്തവ ഭജൻസ് പരിപാടി പുറപ്പുഴയിലുള്ള PJ ജോസഫിന്റെ ഭവനത്തിൽ സംഘടിപ്പിച്ചത്. ഈ ഭജനസംഘം രൂപീകരിച്ചിട്ട് 1 മാസം മാത്രമേ ആവുന്നുള്ളൂ. പക്ഷേ അരങ്ങേറ്റത്തിന് മുമ്പ് ഒരു ഗുരുവിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ കലാപരിപാടികൾ അവതരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങണം എന്ന തീരുമാനത്തിൽ കേരളത്തിൽ അതിന് ഏറ്റവും യോഗ്യതയുള്ള അനുയോജ്യനായ ഒരു വ്യക്തിത്വത്തെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. സംഗീതത്തെ ഏറെ സ്നേഹിക്കുന്ന പൊതുപ്രവർത്തകനായ PJ സാറിൻ്റെ മുമ്പിൽ നാദപ്രണാമം എന്ന പേരിൽ ഒരു ക്രിസ്തീയ ഭജന ഇവിടെ അദ്ദേഹത്തിന് വേണ്ടി അവതരിപ്പിക്കുകയാണ്. PJ ജോസഫിന്റെ മകനും നിയമസഭാ ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് MLA പരിപാടിയിൽ പങ്കെടുത്തു. ഒരു ജനപ്രതിനിധി എന്നതിലുപരി സംഗീതത്തെ നെഞ്ചിലേറ്റുകയും നിരവധി വേദികളിൽ ജനപ്രിയ ഗാനങ്ങൾ ആലപിച്ച് മലയാളി മനസ്സുകളിൽ ഇടം നേടുകയും ചെയ്ത ഗായകൻ കൂടിയാണ് PJ ജോസഫ്.
അദ്ദേഹത്തിന്റെ 85ാം ജന്മവർഷത്തിൽ ഒരു കലാകാരന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഉദാഹരണമെന്ന നിലയിലാണ് ദേവഗീതം ഭജൻസ് ഈ സംഗീത വിരുന്ന് ഒരുക്കിയത്. ആത്മീയതയും സംഗീതവും കോർത്തിണക്കി ജനഹൃദയങ്ങളിലേക്ക് ദൈവസ്നേഹം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നത്. പ്രാർത്ഥനാനിർഭരമായ അന്തരീക്ഷത്തിൽ വിവിധ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ ഒരുക്കിയ ഈ ഭക്തിഗാന സന്ധ്യയിൽ പ്രമുഖ ഗായകരും വാദ്യ കലാകാരന്മാരും അണിനിരന്നു. വരും ദിവസങ്ങളിൽ കേരളത്തിലുടനീളമുള്ള വിവിധ ആരാധനാലയങ്ങളിലും സാംസ്കാരിക വേദികളിലും ക്രിസ്തീയ ഭജനുകൾ അവതരിപ്പിക്കാൻ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നുണ്ട്. പ്രഭാഷകനും പരിശീലകനുമായ മോൻസി വർഗീസാണ് നേതൃത്വം നൽകിയത്. യാക്കൂബ് വൈജെ, ഷെല്ലി കുര്യൻ, ജിനു കരോട്ട്, ഷിബു ഈപ്പൻ എന്നിവരാണ് പ്രധാന ഗായകർ. കൂടാതെ വാദ്യോപകരണ കലാകാരന്മാർ ഹാർമോണിയം, കീബോർഡ് എന്നിവ അവതരിപ്പിച്ചത് ജിസൺ മണർക്കാട്, ഗിത്താർ ദിലീപ് കോട്ടയം, തബല ലിജു ജോസഫ് ഇലന്തൂർ, മൃദംഗം വായിച്ചത് ഷിജു പത്തനംതിട്ട, ഡിജിറ്റൽ ഡ്രം സെബാസ്റ്റ്യൻ കോട്ടയം. സംഗീതത്തിലൂടെ സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം സമൂഹത്തിലെത്തിക്കുകയാണ് ദേവഗീതം ഗ്രൂപ്പിന്റെ ആത്മീയ സംഗീത യാത്രയുടെ പ്രധാന ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദേവഗീതം ദേവഗിരി എന്ന പേരിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ പ്രൊഫഷണൽ കലാകാരന്മാർ കങ്ങഴ ദേവഗിരി കേന്ദ്രീകരിച്ച് അണിനിരക്കുന്ന ഭജൻ സംഘം യാഥാർത്ഥ്യമാകുന്നു. ദേവഗിരി വികസന സമിതിയുടെയും കുമ്പന്താനം കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സഹകരണത്തോടെയാണ് പുതിയ സംരംഭം വരുന്നത്. 25-ന് ദേവഗിരിയിലെ അലക്സ് പോളിന്റെ ഭവനാങ്കണത്തിൽ വെച്ച് ദേവഗിരി വികസന സമിതി പ്രസിഡന്റ് സോബിച്ചൻ എബ്രഹാം ഉദ്ഘാടനം ചെയ്യും. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ഇനി ക്രൈസ്തവ ഭജൻസും. ദേവഗീതം ദേവഗിരി എന്ന പേരിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ പ്രൊഫഷണൽ കലാകാരന്മാർ കങ്ങഴ ദേവഗിരി കേന്ദ്രീകരിച്ച് അണിനിരക്കുന്ന ഭജൻ സംഘമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. വിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള മംഗളകർമ്മങ്ങളിലും ആഘോഷ കൂട്ടായ്മകളിലും സംഗീത സാന്ദ്രവും ആഹ്ലാദഭരിതവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. പ്രഭാഷകനും പരിശീലകനുമായ മോൻസി വർഗീസ് നേതൃത്വം നൽകുന്ന സംഘത്തിൽ ജനപ്രിയ ഗായകരായ വൈജെ യാക്കൂബ്, ഷെല്ലി കുര്യൻ, ജിനു കരോട്ട് എന്നിവരാണ് മുഖ്യ ഗായകർ. വാദ്യോപകരണങ്ങളിൽ മികവ് തെളിയിച്ച പ്രൊഫഷണൽ കലാകാരന്മാരായ ജിസൺ മണർക്കാട്, ലിജു ജോസഫ് ഇലന്തൂർ, ഷിജു പത്തനംതിട്ട, ഷിജോ കട്ടപ്പന തുടങ്ങിയവർ പിന്നണിയിലുണ്ട്. ദേവഗിരി വികസന സമിതിയുടെയും കുമ്പന്താനം കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സഹകരണത്തോടെയാണ് പുതിയ സംരംഭം നിലവിൽ വരാൻ പോകുന്നത്. കോട്ടയം ജില്ലയിലെ ദേവഗിരി കേന്ദ്രീകരിച്ച് തുടക്കം കുറിച്ച ഒരു ക്രിസ്തീയ ഭജൻ ഗ്രൂപ്പാണ് ദേവഗീതം ദേവഗിരി. കഴിഞ്ഞ മാസം ജൂൺ 25-നാണ് ഈ ഭജന സമിതിക്ക് തുടക്കം കുറിച്ചത്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ അനുഗ്രഹീതരായ കലാകാരന്മാരെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ സംഘത്തിന് രൂപം കൊടുത്തിട്ടുള്ളത്. എല്ലാ കലാകാരന്മാരും ക്രിസ്തീയ സംഗീത രംഗത്ത് പ്രഗത്ഭരാണ്. വിവിധങ്ങളായ ക്രൈസ്തവ സമ്മേളനങ്ങളിലും വിവാഹങ്ങളിലും മറ്റ് ആഘോഷവേളകളിലുമൊക്കെയും ഈ ക്രിസ്തീയ ഭജൻ ഗ്രൂപ്പ് സജീവമാകാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ട്രൂപ്പിൽ 13 അംഗങ്ങളാണ് ഉള്ളത്. വിപുലമായ രീതിയിൽ വരും കാലങ്ങളിൽ വളരെ സജ്ജമായ ഒരു ട്രൂപ്പാക്കി മുമ്പോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജൂലൈ 25-ന് രാവിലെ 9-ന് ദേവഗിരിയിലെ അലക്സ് പോളിന്റെ ഭവനാങ്കണത്തിൽ ഉദ്ഘാടനം നടക്കും. ദേവഗിരി വികസന സമിതി പ്രസിഡന്റ് സോബിച്ചൻ എബ്രഹാം ഉദ്ഘാടനം നിർവഹിക്കും. കുമ്പന്താനം കൈരളി ക്ലബ്ബ് പ്രസിഡന്റ് ബോബിൻ വടക്കേൽ, ദേവഗിരി വികസന സമിതി സെക്രട്ടറി KI ഫിലിപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകും. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. കാപ്പ കേസിൽ കരുതൽ തടങ്കലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ R. സുഗതൻ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. വിയൂർ ജയിലിലെ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങുകൾ 5 മിനിറ്റോളം നീണ്ടു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സുഗതനെ ജയിലിലേക്ക് തന്നെ മാറ്റി. ചടങ്ങിൽ തിരുവനന്തപുരം മേയർ VV രാജേഷും
കോർപ്പറേഷൻ കൗൺസിലറും പങ്കെടുത്തു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതോടെ സുഗതനടക്കം 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു. തുടർന്നാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. സുഗതനൊഴികെ മറ്റ് 19 കൗൺസിലർമാർ നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. എന്നാൽ സുഗതന് കേസും അറസ്റ്റും മൂലം സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അംഗത്വം നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിലാണ് സുഗതൻ കോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതനാണ് എന്ന് ഞാൻ തീരുമാനിച്ചതെന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയിൽ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ആശങ്കയോ മമതയോ വാത്സല്യമോ ഉദ്ദേശമോ കൂടാതെ ഞാൻ എന്റെ പദവിയിൽ കർത്തവ്യം യഥാർത്ഥയും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണപക്ഷ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങളും മുദ്രാവാക്യം വിളിക്കുന്നതും പതിവാണെന്നും ജനാധിപത്യത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ BV രാജേഷ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ R സുഗതന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ വിയ്യൂർ സെൻട്രൽ ജയിലിൽ എത്തിയതായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാക്കളുടെ നടപടികളെ താൻ ബഹുമാനിക്കുന്നുവെന്നും വരാനിരിക്കുന്ന 5 വർഷക്കാലം ശക്തമായി മുന്നോട്ടു പോകാൻ തങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ R സുഗതൻ ഒരു തവണ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള സാഹചര്യമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹം ഇപ്പോൾ കിടക്കുന്നത്. അവിടെ വന്ന് ജയിൽ സൂപ്രണ്ടിന്റെയും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ സാന്നിധ്യത്തിൽ ആ ചടങ്ങ് നിർവഹിച്ചു. ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് നടപ്പിലാക്കി. രണ്ട് കാര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ഈ വിമർശനം ഉന്നയിക്കേണ്ടത് പറയേണ്ടതും കാപ്പ ആക്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളൊക്കെ തന്നെ ഈ നിൽക്കുന്ന എല്ലാവരും കോർപ്പറേഷനിലിരിക്കുന്ന പല കൗൺസിലർമാരും ഒക്കെ തന്നെ രാഷ്ട്രീയമായി പലതരത്തിലുള്ള സമരങ്ങളിലൊക്കെ പങ്കെടുത്തതിൻ്റെ കേസുകൾ പ്രതികളാണ്. എണ്ണമേറിയും കുറഞ്ഞുമിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന പലരെക്കാളും കൂടുതൽ കേസ് ഉള്ളവരാണ് ഈ നിൽക്കുന്ന എൻ്റെ ഇടത് വലത് ഭാഗത്ത് നിൽക്കുന്നവരും എൻ്റെ കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്ന കൗൺസിലർമാർ ഏറെക്കുറെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഒക്കെ ഉള്ളവർ. അതിൻ്റെയൊക്കെ ഫൈനലി അതിൻ്റെ അഭിപ്രായം പറയേണ്ട ബഹുമാനപ്പെട്ട കോടതികളാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള പ്രതിപക്ഷം പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രതികരിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഞാൻ രാഷ്ട്രീയമായൊരു മറുപടി പറഞ്ഞാൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രതിപക്ഷമായിരുന്നപ്പോഴേക്കും ഭരണത്തിലെത്തുന്ന സമയത്തും ഞങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യമുള്ള ഒരു ടീമാണ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പാളയം മാർക്കറ്റിൽ CPM-ൻ്റെ മാസപ്പടി പിരിച്ചുകൊണ്ടിരുന്ന ആ പണത്തിനൊരു കുറവ് വരുമ്പോഴും CPM നേതാക്കന്മാരുടെ ബിനാമികളായിട്ടുള്ളവർ നടത്തുന്ന അനധികൃത കടകൾ പൂട്ടുമ്പോഴും കോർപ്പറേഷനിലെ കോടിക്കണക്കിന് രൂപയുടെ വിലപിടിപ്പ് വരുന്ന സ്വത്തുവകകൾ കുടുംബ സ്വത്ത് പോലെ സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സഖാക്കന്മാരെ അവിടെ നിന്ന് ഒഴിവാക്കുമ്പോഴും ഇതല്ല ഇതിലപ്പുറവും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ഒരു ഇഞ്ച് പോലും അത്തരം ആക്ടിവിറ്റികളിൽ നിന്നും പുറകോട്ടില്ല. വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലേണർ സപ്പോർട്ട് സെന്റർ തൊടുപുഴ അല്ലസർ ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ VP ജഗതിരാജ് ലേണർ സപ്പോർട്ട് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി നിയോജക മണ്ഡലത്തിന്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിനും കൃത്യതയാർന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഇടുക്കി MLA റോയ് കെ പോലോസ്. ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റിയാൽ വിവരാവകാശ നിയമം ആവശ്യമില്ലെന്ന് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA.
സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പന നഗരത്തിലെ അനധികൃത നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയ നഗരസഭാ കൗൺസിലർ ബേബി കുര്യനെ നഗരസഭാ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അസഭ്യം വിളിച്ചതായി പരാതി. സംഭവത്തിൽ LDF കൗൺസിലർമാർ നഗരസഭാ ഓഫീസിൽ പ്രതിഷേധിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ UG PG കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.